ഒരിക്കലും നിങ്ങൾ ഓർക്കിഡ് വളർത്തുന്ന അല്ലെങ്കിൽ മറ്റ് പ്ലാന്റ്സ് വളർത്തുന്നവർക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റാത്ത ഒരു ഫെർട്ടിലൈസറാണ് ശരിക്കും ഇത്. പ്ലാന്റിന് ഒരു ബിരിയാണി കിട്ടിയ ഒരു ഫീലാണ് ഈ ഒരു ഫെർട്ടിലൈസർ ശരിക്കും കൊടുക്കുമ്പോൾ. കമൻറ്റ് ചെയ്യണ്ട എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കില്ല, പക്ഷേ അങ്ങനെയല്ല. എന്തെങ്കിലും ഒരു കാര്യം കമൻറ്റ് ചെയ്താലും ഈ ഒരു വളം നമുക്ക് എല്ലാത്തിനും കൊടുക്കാം. വെജിറ്റബിൾസിന് കൊടുക്കാം, റോസയ്ക്ക് കൊടുക്കാം, മറ്റ് ഇലച്ചെടികൾക്കും ഒക്കെ ആയിട്ട് നമുക്കിതിന് കൊടുക്കാൻ പറ്റും. ഇതുപോലെ ലഷായിട്ട് വേരുകൾ വന്ന് ഇതുപോലത്തെ ടിപ്പുകൾ ഉണ്ടായെങ്കിൽ മാത്രമേ നമ്മൾ വെച്ചിരിക്കുന്ന പ്ലാന്റ് പുതിയ ഗ്രോത്ത് നല്ല ഫാസ്റ്റായിട്ട് വരത്തുള്ളൂ. അപ്പോൾ പുതിയൊരു പ്ലാന്റ് വെക്കുമ്പം ഇതുപോലെ റൂട്ടുകൾ ആവുന്നത് വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക, പിന്നെ വേഗത്തിൽ പ്ലാന്റ് വളർന്നോളും. ഹലോ ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളുടെ ഡെൻഡ്രോബിയം ഓർക്കിഡ് ഗ്രോയിങ് സീരീസിൻ്റെ 19ാമത്തെ എപ്പിസോഡാണ് കേട്ടോ. അപ്പം ഇത്രയും എപ്പിസോഡായപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, പ്ലാന്റ്സ് അതേ പ്ലാന്റ് തന്നെയാണോ എന്ന് ഒക്കെ ചിലർ നേരിട്ട് വരുന്നത് ചോദിക്കും, ഈ പ്ലാന്റ് തന്നെയാണോ അതോ മാറ്റി വെച്ചിരിക്കുകയാണോ എന്നൊക്കെ. പക്ഷേ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ആദ്യത്തെ വീഡിയോസ് മുതൽ എടുത്ത് നോക്കിയാൽ അറിയാം, അതേ പ്ലാന്റ് തന്നെയാണ് നമ്മൾ ഇങ്ങനെ ഗ്രോ ചെയ്യിച്ച് ഇത്രയാക്കി എടുത്തേക്കുന്നത്. അപ്പോൾ ഡെൻഡ്രോബിയം വളർത്താൻ ഇപ്പോൾ ആ ഒരു മടി നിങ്ങൾക്ക് മാറിക്കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം വളരുന്നില്ല, ഗ്രോത്ത് ഇല്ല എന്ന് പറയുന്നവർക്ക് ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും ഈ ഒരു എപ്പിസോഡെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഒരുപാട് പേര് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ 19ാമത്തെ എപ്പിസോഡ് ആയപ്പോഴത്തേക്കും പ്ലാന്റ് ഇത്രയും സൈസായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇതിനൊരു ഫ്ലവറിങ് ഫെർട്ടിലൈസർ കൊടുക്കാം, അതും ഓർഗാനിക് ആയിട്ടുള്ള ഒരു ഫ്ലവറിങ് ഫെർട്ടിലൈസർ. അപ്പം അതെങ്ങനെ ഉണ്ടാക്കാം, എങ്ങനെ അപ്ലൈ ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. ഞാൻ നിങ്ങളുടെ സ്വന്തം അശ്മി സുൽത്താന. എൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാവാണ്, യൂസ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിൽ ചെറിയ ബെൽ ബട്ടൺ ഓളെന്ന ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ വീഡിയോസ് ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ ചുമ്മാ പറയുന്നില്ല കേട്ടോ, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ കമൻറ്റും ചെയ്യണം. കമൻറ്റ് ചെയ്തെങ്കിൽ മാത്രമേ എനിക്ക് പുതിയ കണ്ടൻസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം നിങ്ങളുടെ കമൻറ്റാണ്, നിങ്ങളുടെ സപ്പോർട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടാമെന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്കും കൂടി യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് മടിക്കാതെ തന്നെ കമൻറ്റ് ചെയ്യണ്ട എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കില്ല, പക്ഷേ അങ്ങനെയല്ല. എന്തെങ്കിലും ഒരു കാര്യം കമൻറ്റ് ചെയ്താൽ എനിക്കതൊരു സന്തോഷമായിരിക്കും. അപ്പോൾ ഇന്ന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ഫ്ലവറിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫെർട്ടിലൈസർ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം. അതിന് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തിട്ട് വരാം. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് കടലപ്പിണ്ണാക്ക് വെച്ചിട്ടുണ്ടാക്കുന്ന നമ്മുടെ സ്ലറിയാണ്. ഞങ്ങൾ നേരത്തെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇത്. അപ്പം ഞാൻ കടലപ്പിണ്ണാക്ക് ഓർക്കിഡിൽ എങ്ങനെയാണ് കൊടുക്കുന്നതെന്നാണ് കാണിക്കുന്നത്. അപ്പം ഈ ഒരു വളം നമുക്ക് എല്ലാത്തിനും കൊടുക്കാം. വെജിറ്റബിൾസിന് കൊടുക്കാം, റോസയ്ക്ക് കൊടുക്കാം, മറ്റ് ഇലച്ചെടികൾക്കും ഒക്കെ ആയിട്ട് നമുക്കിതിന് കൊടുക്കാൻ പറ്റും. നല്ല റിസൾട്ടാണ് കേട്ടോ. അപ്പം കടലപ്പിണ്ണാക്ക് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് കാണിക്കാം. ഇതാണ് നമ്മുടെ കടലപ്പിണ്ണാക്ക്. അപ്പോൾ ഈ കടലപ്പിണ്ണാക്ക് നമ്മൾ എടുക്കുമ്പോൾ നമുക്കിത് പലചരക്കടയിലൊക്കെ വാങ്ങിയില്ലെങ്കിൽ വളക്കടകളിൽ കിട്ടും. നമ്മുടെ എണ്ണയൊക്കെ എടുത്തതിൻ്റെ ബാക്കി വേസ്റ്റ് വരുന്നതാണ്. ഭയങ്കര സംഭവമാണ് കേട്ടോ ഇത്, ഭയങ്കര റിസൾട്ടുള്ള സാധനമാണ്. ഇതിൻ്റെ കൂടെ ഞാൻ ചേർക്കുന്നത് നമ്മുടെ വേപ്പും പിണ്ണാക്ക് നമുക്ക് ഇപ്പോൾ ഇതൊരു 3 പിടിയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ 1 പിടി നമുക്ക് വേപ്പും പിണ്ണാക്ക് യൂസ് ചെയ്യാം. ഇനി ഇതിനോടൊപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു 2 പിടി ശർക്കര കൂടി നമ്മളിതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ശർക്കര ഇടുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ശർക്കര ഇടുമ്പോൾ ഇതിനുണ്ടാകുന്നൊരു സ്മെല്ലുണ്ട്. സാധാരണ ഈ കടലപ്പിണ്ണാക്കൊക്കെ സ്ലറി ഉണ്ടാക്കുമ്പോൾ നല്ല സ്മെല്ലാണ്. അപ്പം അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി, സ്മെല്ല് ഒഴിവാക്കിയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ശർക്കര ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ കരിപ്പോട്ടി വേണമെങ്കിൽ അത് ഉപയോഗിക്കാം. അപ്പോൾ ഇത് ഇത്രയോടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ വളം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ. അപ്പോൾ നമ്മളിത് ഒരു വലിയ ബക്കറ്റിൽ നേരത്തെ എടുത്ത് വെച്ചിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം. ഇതൊരു കുതിരാൻ ആവശ്യമായിട്ടുള്ള വെള്ളം മതി കേട്ടോ. എന്നിട്ട് നമുക്കൊരു കമ്പോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇതുപോലെ കട്ടയായിട്ട് കിടക്കും, കുഴപ്പമില്ല. അത് ഇനിയൊരു 3 ദിവസത്തിന് ശേഷം മാത്രമേ നമ്മൾ എടുക്കത്തുള്ളൂ. ദിവസം നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ ശർക്കരയും അതുപോലെ ഈ പിണ്ണാക്കും ഒക്കെ നന്നായിട്ട് ഉടഞ്ഞ് നല്ല മിക്സായിട്ട് വരും. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. നമുക്കൊരു 3 ദിവസം കഴിഞ്ഞിട്ട് ഡെയിലി ഒന്ന് ഇളക്കുക. 3 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ തുടങ്ങാം.
അപ്പോൾ ഈ വളം എപ്പോൾ നമ്മൾ ചെയ്താലും അടച്ച് തന്നെ സൂക്ഷിക്കുക, ഇല്ലെങ്കിൽ പുഴുക്കളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഒരു കാര്യം മറന്നുപോയി, നമ്മൾ ചാണകവെള്ളത്തിലാണ് സാധാരണ ഇത് കുതുക്കാനായിട്ട് വയ്ക്കുന്നത്. കുറച്ച് ചാണകവെള്ളം ഇപ്പോൾ ഇവിടെ ഇരിപ്പുള്ളൂ. അപ്പോൾ ഞാൻ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അപ്പം ഇത് നമുക്കിതിനകത്തോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ചാണകം വെള്ളം ഇല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് പച്ചച്ചാണകം കിട്ടുവാണെങ്കിൽ നിങ്ങൾ ഒരു 2 പിടി 3 പിടി പിണ്ണാക്കിനൊരു 2-3 പിടി പച്ചച്ചാണകം കൂടി ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ വെള്ളം കൂടെ ഒന്ന് ഒഴിക്കുവാണേ. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്ത് വേറെ ഏത് വളങ്ങളും കൊണ്ട് വേണമെങ്കിലും ആഡ് ചെയ്യുക. അതായത് കഞ്ഞിവെള്ളം, എന്തെങ്കിലും വേസ്റ്റ്, പച്ചക്കറി വേസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഇതിനകത്ത് ഇട്ട് വയ്ക്കാം. അല്ലെങ്കിൽ പയർ മുളപ്പിച്ചത് ഇട്ട് വയ്ക്കാം. ഇതൊക്കെ ഇതിനകത്ത് ആഡ് ചെയ്യാവുന്ന സാധനങ്ങളാണ് കേട്ടോ. പഴത്തിൻ്റെ എന്തെങ്കിലും വേസ്റ്റ് ഉണ്ടെങ്കിൽ അതും കൂടെ ഒക്കെ ഇട്ട് വെച്ചിട്ട് വേണം നമുക്ക് എടുക്കാം. ഒന്നുമില്ലെങ്കിൽ ഇത് മാത്രം മതി. അപ്പോൾ ഇനി 3 ദിവസം ഇരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്കിതിൻ്റെ ഇതിൻ്റെ അവസ്ഥയൊന്നും നോക്കാം കേട്ടോ. നമുക്ക് ഒരു 3 ദിവസം കഴിഞ്ഞിട്ട് നമ്മുടെ ആ ഒരു മിശ്രിതമൊക്കെ പുളിച്ചിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇത് ഇളക്കിയെടുത്ത് ഇനി ഈ ബക്കറ്റ് നിറച്ച് നമുക്ക് വെള്ളം ചേർക്കാം. അപ്പോൾ നമ്മൾ ഇളക്കുമ്പോൾ 1 സൈഡ് മാത്രമായിട്ട് ഇളക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ആ ബാക്ടീരിയയൊക്കെ നന്നായിട്ട് ഫോം ആവും. നമ്മൾ ഒരുപാട് ഇങ്ങനെ ഷേക്ക് ചെയ്താൽ ആ ബാക്ടീരിയകൾക്കൊക്കെ ദോഷകരമാണ്. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ ദിവസങ്ങളിലായിട്ട് 3 ദിവസമാണ് പുളിപ്പിക്കാൻ വെക്കുന്നത്. ഓരോ ദിവസവും ഇങ്ങനെ ഇടയ്ക്ക് ഇളക്കി കൊടുത്താൽ വളരെ നല്ലതാണ്. അല്ലെങ്കിൽ കുഴപ്പമില്ല, അടച്ചു വെച്ചാൽ അത് ഇളക്കി കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇളക്കി കൊടുക്കുമ്പോൾ 1 ഡയറക്ഷനിൽ മാത്രം ഇളക്കി കൊടുക്കുക. ഇപ്പം നമുക്കൊരു 4 ദിവസം ആയിട്ടുണ്ട് ഇത് പുളിപ്പിക്കാൻ വെച്ചിട്ട്. അപ്പോൾ ഞാൻ തുറക്കുകയാണ്. അപ്പോൾ നമ്മളന്ന് വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചായിരുന്നല്ലോ. അപ്പം ഈ ഒരു ഇതിലാണ് ഇരിക്കുന്നത്. ഒന്നുകൂടെ ഒന്ന് കലക്കാം. ഇത് കണ്ടല്ലോ, ഈ ഒരു രീതി തിക്കായിട്ടിരിക്കുകയാണ്. ഇതിൽ നമുക്ക് ഒരു മഗ് മാത്രമേ നമ്മളിപ്പോൾ എടുക്കുന്നുള്ളൂ കേട്ടോ. ഒരു മഗ് എടുത്തിട്ടാണ് നമ്മൾ ഡയല്യൂട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ബക്കറ്റ് നിറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വെള്ളത്തിൽ ആവശ്യമായിട്ടുള്ള വളമാണ് നമ്മൾ എടുക്കുന്നത്. ഇപ്പം ഇതൊരു 2 ലിറ്ററിൽ കൂടുതലുള്ള വെള്ളമുണ്ട്. അപ്പോൾ നമുക്കൊരു 2 മഗ്ഗോളം വെള്ളം ഒഴിക്കാം. നമ്മൾ എത്ര വളമാണോ എടുക്കുന്നത് അതിൻ്റെ ഒരു 4 ഇരട്ടി വേണം നമുക്ക് ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ വളം ഇതുപോലെ കോരിയെടുക്കുന്നത് നമുക്കിതുപോലെ അരിപ്പയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. കണ്ടോ, വേഗം നമുക്കിതിങ്ങനെ അരിഞ്ഞ് കിട്ടും. തട്ടിക്കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരു 2 മഗ്ഗാണ് നമുക്ക് വേണ്ടത്. നമ്മൾ ഈ ശർക്കര ഇട്ടുകൊണ്ട് തന്നെ വലിയ സ്മെല്ലൊന്നും ഇല്ല കേട്ടോ, ചെറിയ സ്മെല്ലേ ഉള്ളൂ. ശർക്കര ഇട്ടില്ലായിരുന്നുണ്ടെങ്കിൽ ഭയങ്കര സ്മെല്ലായിരിക്കും. നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അത് എപ്പോഴും കൊടുക്കാനൊക്കെ നമുക്ക് മടി വരും. പക്ഷേ ഈ ശർക്കര ഇട്ട് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു ഗുണമുണ്ട്. നമുക്ക് സ്മെല്ലില്ലാതെ കാര്യങ്ങളാണ് നോക്കും. ബാക്കി അങ്ങ് അടച്ച് വയ്ക്കാം. ഇത് നമുക്കൊരു ശരിക്കും ഒരു 3-4 മാസമൊക്കെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇങ്ങനെ വെച്ചിരിക്കുന്നതിനൊരു കുഴപ്പമില്ല. പിന്നെ അപ്പോൾ ഞാൻ ഇതായിരിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാനത് 2 മഗ്ഗിനകത്തോട്ട് തന്നെ ഒഴിച്ചു. ഇനി ഇത് അരിച്ചെടുക്കാം. അപ്പോൾ കുറച്ച് വേഗത്തിൽ അരിച്ച് കിട്ടും. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് നോക്കാം. നമ്മളിപ്പം സീരീസിൻ്റെ ഈ ഒരു പ്ലാനിന് കുറച്ച് കൊടുക്കുന്നതേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് ഞാൻ കുറച്ചേ ഇപ്പോൾ എടുക്കുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ ഒരു വെള്ളം കണ്ടത് ഈ ഒരു തിക്നെസ്സിലാണ് ഇട്ടേക്കുന്നത്. നമുക്ക് ഒഴിക്കുമ്പോൾ നന്നായിട്ട് നേർത്ത ഒരു വെള്ളം പോലെയാണ് ഇരിക്കേണ്ടത് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ബോട്ടിലോട്ട് ഇതിനെ ഒഴിക്കാം. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള ഡയല്യൂഷൻ ആയിരിക്കണം നടക്കേണ്ടത്. അപ്പോൾ അത് ഒരുപാട് കൂടുതൽ തിക്നെസ് ആയാൽ, തിക്കായിട്ടുള്ള വാട്ടർ ആയി കഴിഞ്ഞാൽ പ്ലാന്റ് കേടാവേ. അപ്പോൾ നമുക്ക് ഇത്രയും ഡയല്യൂട്ടായിട്ട് വേണം ഒഴിക്കാനായിട്ട്. നമുക്ക് നന്നായിട്ട് പ്ലാന്റിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഈ പ്ലാന്റിന് ഭയങ്കര ഇഷ്ടമുള്ളൊരു വളമാണ് കേട്ടോ. ഭയങ്കര റിസൾട്ടാണ്. അതാണ് ഏറ്റവും നമുക്ക് ഭയങ്കര റിസൾട്ടാണ്, ഇത് പറയാതിരിക്കാൻ വയ്യ. അത്രയും റിസൾട്ടുള്ളൊരു വളമാണ് കേട്ടോ ഇത്. ഇവിടെ തന്നെ നന്നായിട്ട് ഒഴിച്ച് കൊടുക്കാം. ഇത് ശരിക്കും ഫ്ലവറിങ്ങിനാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഗ്രോവിങ്ങിന് വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉപയോഗിച്ചിട്ട് റിസൾട്ട് അറിയിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ഫെർട്ടിലൈസർ നമ്മൾ ഉണ്ടാക്കുമ്പോഴൊക്കെ കുറച്ച് സ്മെല്ലൊക്കെ ഉണ്ടാവും. പക്ഷേ കാര്യമാക്കേണ്ട, ഇത് ശരിക്കും പ്ലാന്റ്സിന് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫെർട്ടിലൈസറാണ്. ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഗ്രോത്തും കയറും, ഫ്ലവറിങ്ങും ആവും.
ഭയങ്കര റിസൾട്ടുള്ളൊരു സാധനമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഒരിക്കലും നിങ്ങൾ ഓർക്കിഡ് വളർത്തുന്ന അല്ലെങ്കിൽ മറ്റ് പ്ലാന്റ്സ് വളർത്തുന്നവർക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റാത്ത ഒരു ഫെർട്ടിലൈസറാണ് ശരിക്കും ഇത്. പ്ലാന്റിന് ഒരു ബിരിയാണി കിട്ടിയ ഒരു ഫീലാണ് ഈ ഒരു ഫെർട്ടിലൈസർ ശരിക്കും കൊടുക്കുമ്പോൾ. സാധാരണ എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ഒരേ ഫെർട്ടിലൈസർ കൊടുക്കാതെ മാറ്റി മാറ്റി കൊടുക്കുമ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുന്നവരാണ്, സ്ഥിരമായിട്ട് ഒരു സാധനം തന്നെ കഴിക്കുന്ന നമുക്ക് മടിക്കത്തില്ല. അതുപോലെ നമുക്ക് ഇതിനൊക്കെ ഇങ്ങനെ മാറ്റി മാറ്റി കൊടുത്താൽ ഭയങ്കര ഹാപ്പി ആയിരിക്കും പ്ലാന്റ്സ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്നും യൂസ്ഫുൾ ആയെന്നും കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യണം. എന്ത് കാര്യം ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.